അനുഗ്രഹീതമായ പകൽ സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാരോടും എല്ലാ വിലപ്പെട്ട ദൈവമക്കളോടും ചേർന്ന് ഒരു വിശുദ്ധ ആരാധനയിൽ ഇന്ന് പകൽ സംബന്ധിപ്പാനും അല്പനിമിഷങ്ങൾ ദൈവവചനം പങ്കുവെക്കുവാനും കർത്താവ് ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ ഭാഗ്യ പദവിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയ പാസ്റ്ററുകൾ, കർത്താവിൻ്റെ ദാസി, ഇവിടെ ആരാധിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾ, നിങ്ങളുടെ സ്നേഹമുള്ള മുഖങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കാണുവാൻ, നിങ്ങളോട് ചേർന്ന് ദൈവസന്നിധിയിൽ സന്തോഷിപ്പാനൊക്കെ കർത്താവ് ഈ ദിവസങ്ങളിൽ നൽകുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 ആഴ്ചകൾ തുടർച്ചയായി ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കും നൽകി തന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുവാൻ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ ആയുസ്സും ആരോഗ്യവും ഈ ഭൂമിയിൽ നൽകി തന്നതോർത്ത് എല്ലാ മഹത്വവും ഇന്ന് പകൽ ഞാൻ കർത്താവിന് അർപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിലുള്ള വചന പഠനങ്ങൾ എനിക്കും വ്യക്തിപരമായി എന്നെ തന്നെ ദൈവസന്നിധിയിൽ കാണുവാനും സമർപ്പിപ്പാനും ഒക്കെയുള്ള അവസരങ്ങളായി തീർന്നു. കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. ഒരിക്കൽ കൂടെ എന്നെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച പ്രിയ പാസ്റ്ററുകളോട് ഈ സഭയോടുള്ള നന്ദി അറിയിക്കുന്നു. തന്ന നല്ല ആത്മീക ബന്ധങ്ങൾക്കായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുവദിച്ചാൽ കർത്താവിൻ്റെ ദാസനെ ഓർപ്പിച്ചതുപോലെ നാളെ പകൽ കർത്താവിനെ ഏൽപ്പിച്ച ശുശ്രൂഷ മേഖലയിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. വരും ദിവസങ്ങളിലും അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളായി ഈ സഭയിലുള്ള എല്ലാവരെയും കർത്താവ് തീർക്കട്ടെ. വരും നാളുകളിൽ ദൈവത്തിന് സ്തോത്രം, ഇവിടെയുള്ള നല്ല വാർത്തകൾ കേട്ട് സന്തോഷിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെയൊക്കെ കർത്താവിന് വേണ്ടി മഹിമ കണ്ട സാക്ഷികളായി തലമുറയിൽ കർത്താവ് നിർത്തുമാറാകട്ടെ എന്ന് നിങ്ങളോട് ചേർന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ വചനങ്ങൾ കഠിനമായി പോയി എന്ന് എനിക്ക് ചില സമയങ്ങളെങ്കിലും തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷേ വചനങ്ങളെല്ലാം നമ്മുടെ ആത്മീക ഉദവിക്ക് മുഖാന്തരമായി പരിശുദ്ധാത്മാവ് തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിലും അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ഒരുക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ രൂപാന്തരത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനമാണ് കേൾപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അവസരം നൽകിയത്. ഇന്ന് പകല് ഒരു വാക്യം മാത്രമേ ഞാൻ വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിൽ നിന്ന് ഒരു പൊതുവായ മെസ്സേജ്, ഇന്ന് പോയിന്റുകളും വാക്കുകളുടെ അർത്ഥങ്ങളും ഒന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. ഒരു ജനറൽ മെസ്സേജ് നിങ്ങളോട് വേദഭാഗത്തിൽ നിന്ന് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യമാണ് ഇന്ന് പകൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ നിയോഗം നൽകിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, ദ ബുക്ക് ഓഫ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്, ചാപ്റ്റർ 11 വേഴ്സസ് 26, 26-ാമത്തെ വാക്യം. ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച്, ഒന്നും കൂടെ വാക്യം വായിപ്പിക്കുന്നു. 26-ാം വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഉപദേശിക്കുകയും ചെയ്തു. അന്ത്യോക്യയിൽ വെച്ച് എന്ന് പേരുണ്ടായി. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഇന്ന് പകൽ കർത്താവിൻ്റെ സന്നിധിയിൽ വചനത്തിൻ്റെ മുൻപിൽ നിങ്ങളായിരിക്കുക. നിങ്ങളെല്ലാവരും കർത്താവിൽ ബലപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നു. ഒരു പഴയ പാട്ടിൻ്റെ പ്രത്യാശയുടെ ഒരു പാട്ടിൻ്റെ 1-2 അടികൾ പാടി ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് ദൈവം തന്ന വചനത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാഴ്മരുഭൂമിയിൽ ക്ലേശം സഹിക്കുകിൽ നിത്യതുറമുഖത്തെത്തും ഞാൻ. പാഴ്മരുഭൂമിയിൽ ക്ലേശം സഹിക്കുകിൽ നിത്യതുറമുഖത്തെത്തും ഞാൻ. വിശ്രമിച്ചിടും ഞാൻ നിത്യകൊട്ടാരത്തിൽ, വിശ്രമിച്ചിടും ഞാൻ നിത്യകൊട്ടാരത്തിൽ. നിസ്തുല്യം ആയ പ്രതാപത്തിൽ കാന്തനെ കാണുവാൻ ആർത്തിവാളരും നീ. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും, കാന്തനെ കാണുവാൻ ആർത്തിവാളരും നീ. ഒന്നിലും കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നോരാ
കണ്ടാലും വേഗം ഞാൻ വന്നിടാം എന്നൂരാ. ചെയ്ത പ്രിയൻ വാരും നിശ്ചയം. കാന്തനെ കാണുവാൻ ആർത്തിവാ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ ആർത്തി വളരും നേയില്ല. തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടി കോടി ഗണം തേജസ്സിൽ. തമ്മിൽ കാണും കോടാകോടി ഗണം തേജസ്സിൽ. സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയൻ, എന്റെ പ്രിയനെ ആകുമൻ പ്രിയനെ. കാണുമതി മധ്യ എഴയും നമ്മളും അവിടെ കാണും. അമേ കാന്തനെ കാണുവാൻ ആർത്തി വളരും, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ ഇല്ല പ്രത്യാശ ഒന്നിലും. ഞാൻ നിനക്കുള്ളവൾ, നീ എനിക്കുള്ളവൻ. ഇന്നലെയും ഇന്നും. നന്ദിയപ്പാ, ആ വലിയ പദവിക്കായി നന്ദി കർത്താവേ. ഇന്നലെയും ഇന്നും എന്തേക്കോ. കണ്ടാൽ മതിവരാ സുന്ദര രൂപനെ, കണ്ടാൽ മതിവരാ. നമ്മളെ കൂടിക്കാണാൻ പോവാ. അമ്മേ കൂടിക്കാൺമാന്മാർ കാന്തനെ കാണുവാൻ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണും ആർത്തിവാള്, ഇല്ല പ്രത്യാശ. ഓ കാന്തനെ കാണുവാൻ ആർത്തിവാളരും, ഇല്ല പ്രത്യാശ. പാഴ്മരുഭൂമിയിൽ ക്ലേശം സഹിക്കുകിൽ നിത്യ തുറമുഖത്തെത്തും ഞാൻ. വിശ്രമിച്ചിടും ഞാൻ നിത്യ കൊട്ടാരത്തിൽ, നിസ്തുല്യമായ പ്രതാപത്തിൽ. ദൈവം നമുക്ക് തന്ന പ്രത്യാശ എത്ര വലിയതാണെന്ന് ഓർത്ത് ഇന്ന് പകൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അധികം വൈകാതെ നമ്മൾ ആ കാന്തനെ കൂടിക്കാണാൻ പോകുകയാ. ഹല്ലേലൂയ. ഏറെ നാളായി കാണാൻ ആശയായി കാത്തിരുന്ന ആ പ്രിയനെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണാൻ പോകുക. അന്യ കണ്ണാലല്ല, സ്വന്തം കണ്ണാൽ. പ്രിയ ദൈവമക്കളെ, ബഹ്റൈൻ സഭയെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുക. നിത്യജീവനെ നമ്മുടെ മേൽ പകർന്നത് ആ കർത്താവിന്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിങ്ങളെ എല്ലാവരെയും വരും നാളുകളിലും പരിശുദ്ധാത്മാവ് നിലനിർത്തുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മുടെ ഹൃദയമായി സംസാരിക്കട്ടെ. ഞാൻ 3-ാം തവണയാണ് ഇവിടെ വരുന്നത്. പല സഹോദരങ്ങളും കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർ ശുശ്രൂഷയിൽ ഇറങ്ങാനുള്ള മുഖാന്തരം ഇതുവരെ പറഞ്ഞില്ലല്ലോ, അനുഭവ സാക്ഷ്യങ്ങളൊന്നും പറഞ്ഞില്ല. ഒരല്പം മിനിറ്റ് ഒന്ന് പറഞ്ഞ് വചനത്തിലേക്കൊന്ന് പോകാം. ദൈവത്തിന് സ്തോത്രം. ഇത് 3rd ടൈം ആണല്ലോ. അപ്പം പലരും ആവശ്യപ്പെട്ടത് കൊണ്ട് ആ അനുഭവങ്ങളൊന്ന് ചുരുക്കമായി പറഞ്ഞ് ഇന്ന് പകൽ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് പദ്ധതിയുള്ളവനെ ദൈവത്തിൻ്റെ വഴികളിലേക്ക് ദൈവം എന്നും നയിക്കും. ദൈവത്തിന് സ്തോത്രം. നിലത്തിൽ നേരായ പാതയിൽ നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവാണ് ദൈവത്തിന് സ്തോത്രം നമ്മുടെ കൂടെയുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ശുശ്രൂഷയിൽ ഇറങ്ങാനുള്ള ഒരു മുഖാന്തരം, ഒരു കാരണം എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എൻ്റെ മമ്മി ഒരു പ്രവാചകിയായിരുന്നു, ഒരു പ്രഭാഷകയായിരുന്നു, ഒരു ശക്തമായ ശബ്ദമുള്ള ഒരു കാലഘട്ടത്തിൻ്റെ നാവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ താൻ ഉൾപ്പെട്ടു നിന്ന സമൂഹത്തിൽ താൻ ഒത്തിരി ഒതുക്കപ്പെട്ടു. പ്രത്യേകിച്ച് അവിടുത്തെ ആ ചർച്ചിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രവചിച്ചാൽ പറയും സഹോദരിമാരിവിടെ പ്രവചിക്കേണ്ട, പ്രസംഗിച്ചാൽ പറയും സഹോദരിമാരിവിടെ എന്ത് ചെയ്യണ്ട, പ്രസംഗിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു ശരിക്കും അടിച്ചമർത്തപ്പെട്ട ഒരു അനുഭവത്തിൽ ദൈവം തന്നെ ഏൽപ്പിച്ച കൃപകളൊക്കെ കാലങ്ങളിൽ ചോർന്നുപോയി. എന്ന് വെച്ചാൽ ഒതുക്കപ്പെട്ടു പോയി. പക്ഷെ അന്ന് തൻ്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമുണ്ടായി, കർത്താവേ, എൻ്റെ മൂത്ത പൈതലിനെ അങ്ങയുടെ ഒരു സാക്ഷിയായി, എനിക്ക് ചെയ്യാൻ പറ്റാത്തത്
എനിക്ക് വേണ്ടി ചെയ്തെടുക്കുവാൻ അവനെ ദൈവം അഭിഷേകം ചെയ്ത് ഈ തലമുറയ്ക്ക് ഒരടയാളമായി നിർത്തണമേ എന്ന് ആ മാതാവ് എന്നും രാവിലെയും വൈകിട്ടും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഇത് കേട്ടാണ് ഞാൻ വളർന്നത്. പക്ഷേ ശുശ്രൂഷയോട് എനിക്ക് വലിയ ആഭിമുഖ്യമില്ല. കാരണം ഫുൾ ടൈം മിനിസ്ട്രിയോട് എനിക്കൊട്ടും താല്പര്യമില്ല. എനിക്ക് പ്രസംഗിക്കാൻ ആവേശമുണ്ട്, എനിക്ക് വചനം പ്രസംഗിക്കാൻ, പല രാജ്യങ്ങളിൽ പോയി സാക്ഷിയാകാൻ ആഗ്രഹമുണ്ട്, പാസ്റ്റൽ മിനിസ്ട്രി ചെയ്യാൻ. പക്ഷേ ഒരിക്കലും ഒരു ഫുൾ ടൈം മിനിസ്ട്രി ഞാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. കാരണം ഞാൻ വളർന്നത് എൻ്റെ അങ്കിളുടെ കൂടെ ആൻറ്റിയുടെ കൂടെ ഒരു പക്ക പാഴ്സനേജിൽ, നാട്ടിലെ കേരളത്തിലെ കോഴിക്കോട് എന്ന പറഞ്ഞ സ്ഥലത്തെ ഒരു പാഴ്സനേജിലാണ് എൻ്റെ ഓർമ്മ വെച്ച പ്രായം മുതൽ വളരുവാനിടയായി തീർന്നത്. കാരണം പാഴ്സനേജിലെ കഷ്ടപ്പാടുകൾ, വേദനകൾ, ഞരക്കങ്ങൾ, ആ കുടുംബം അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ എൻ്റെ കൊച്ചു പ്രായം മുതൽ കണ്ടു വളർന്നത് കൊണ്ട് ഒരിക്കലും ഒരു ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഞാൻ പോകില്ല എന്ന് എൻ്റെ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മാതാവ് തീരുമാനം മാറ്റിയില്ല, പ്രാർത്ഥന മാറ്റിയില്ല. അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ച, കർത്താവെ പൂർണ്ണ സമയം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു അഭിഷക്തനായി കുഞ്ഞിനെ മാറ്റണമേ. 12ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് IAS പഠിക്കണം എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിനകത്ത് കയറിയത്. ഒരു IAS ഓഫീസറായി മാറണം എന്നൊരാഗ്രഹം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രത്യേകിച്ച് പഠനത്തിലൊക്കെ നല്ല മാർക്കുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ആവേശം എൻ്റെ അകത്തോട്ട് കയറി. ഞാനൊരു ദിവസം പപ്പയോട് പറഞ്ഞു, എനിക്ക് IAS പഠിക്കണം. പപ്പ വളരെ സപ്പോർട്ടീവായിരുന്നു, മോൻ്റെ ഇഷ്ടം പോലെ. പക്ഷേ മമ്മി അവിടെ വന്ന് പറഞ്ഞു, മോനെ നീ IAS കാരനായിക്കോ, പക്ഷെ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതല്ല. കർത്താവിന് വേണ്ടി പൂർണ്ണമായി കർത്താവിൻ്റെ വയലിൽ ദൈവത്തിൻ്റെ സ്തോത്രം എനിക്ക് ചെയ്യാൻ പറ്റാത്തത് നിന്നെ കൊണ്ട് ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. IAS തരത്തില്ലെന്ന് മമ്മി പ്രാർത്ഥിക്കത്തില്ല, പക്ഷെ നീ കർത്താവിൻ്റെ വേലക്കാരനായി മാറണം. ദൈവത്തിൻ്റെ സ്തോത്രം. മമ്മി പറഞ്ഞു, ഒന്നും ആ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയില്ല, യൗവനത്തിൻ്റെ ചോരത്തിളപ്പിൽ എൻ്റെ കാതുകൾ അതൊന്നും വന്നില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. IAS പഠിക്കാൻ ആവേശത്തോട് പോയി. ദൈവത്തിന് സ്തോത്രം. ചില വർഷങ്ങൾ ഡൽഹിയിൽ അതിനുവേണ്ടി അധ്വാനിച്ചു. പക്ഷേ പഠനത്തിൽ നല്ല മാർക്കുണ്ടായി എനിക്ക് വലിയ പരാജയങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടതായി വന്നത്. ദൈവത്തിന് സ്തോത്രം. എഴുതിയ പരീക്ഷ മുഴുവൻ നന്നായി തോറ്റു. നിങ്ങളിവിടെ ഉണ്ടോ? എഴുതിയ പരീക്ഷ മുഴുവൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം എൻ്റെ മുൻപിൽ ഇറങ്ങി വന്ന് സകല വഴികളും അടയ്ക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ വിട്ടുകളയാൻ ഞാൻ തയ്യാറായില്ല. എനിക്ക് പഠിക്കണം എന്നൊരാഗ്രഹമുണ്ടായി. അങ്ങനെയാണ് MBA പഠിക്കാൻ ഒരാഗ്രഹം. IAS ലഭിക്കാതിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് റൂട്ട് തിരിഞ്ഞു പോകുക. അങ്ങനെ പപ്പ എനിക്ക് ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നത് കൊണ്ട് ഞാനും അതിൽ ഉത്സാഹമുള്ളവനായി. ലോകത്തിൽ 3 യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്തു. 1 അമേരിക്കയിലൊരു യൂണിവേഴ്സിറ്റിയാണ്, 2 UK-യിലൊരു യൂണിവേഴ്സിറ്റിയാണ്, 3 ഓസ്ട്രേലിയയിൽ സിഡ്നിയിലാണ്. ഈ 3 യൂണിവേഴ്സിറ്റികളിൽ എനിക്ക് ഇഷ്ടമുള്ള കോഴ്സിന് ഞാൻ അപ്ലൈ ചെയ്തു. എന്നിട്ട് അന്ന് അടയാളം വെച്ച് പ്രാർത്ഥിച്ച് ആദ്യം എവിടുന്ന വിളി വരുന്നത് അവിടെ ഞാൻ എന്ത് ചെയ്യും? കൃപയാൽ UK-യിൽ ലണ്ടനിലുള്ള കോളേജിൽ നിന്നാണ് ഫസ്റ്റ് ദൈവത്തിൻ്റെ സ്തോത്രം കോളിംഗ് എനിക്ക് ലഭിച്ചത്. അതൊരു ദൈവിക നിയോഗമായി ഏറ്റെടുത്ത് 2009 ഇംഗ്ലണ്ടിലേക്ക് ഞാൻ പോവുകയാണ്. പക്ഷേ ഇതൊരു പ്രാർത്ഥനയുടെ മറുപടിയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. കാരണം അവിടെയുള്ള ഒരു ചർച്ചകളുടെ സഭയിൽ 9 മാസമായി ഒരു യൂത്ത് പാസ്റ്റർക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എത്ര വഴിതിരിഞ്ഞു പോയാലും കർത്താവ് ഒരിക്കലും നമ്മളെ എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. ദൈവം എനിക്ക് ബ്ലോക്ക് വരുത്തി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയും തവണ വഴി അടച്ച ദൈവം ഇംഗ്ലണ്ടിലേക്ക് പോകാൻ റെഡി ആയപ്പോൾ എൻ്റെ വഴി പെട്ടെന്ന് തുറന്നു. അവരെന്നോട് പറഞ്ഞു IELTS എഴുതണം. ഞാൻ IELTS ഓഫീസിൽ ചെന്നു. IELTS ഓഫീസിൽ ചെന്ന് പറഞ്ഞു 2 ദിവസത്തിനകം ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഒമാനിൽ നടക്കുന്ന കാര്യമാണ്. 2 ദിവസത്തിന് IELTS. അതിൻ്റെ പ്രിപ്പറേഷൻ ഇല്ല, ബുക്സ് ഞാൻ കണ്ടിട്ടില്ല. പപ്പ പറഞ്ഞ ആവേശത്തോട് മോനെ എഴുതിക്കോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഡേറ്റ് കൊടുത്തു. 2-ാം ദിവസം IELTS എഴുതി. 7.5 ഓവറോൾ. വഴി അടച്ച കർത്താവ് വഴി തുറക്കാൻ തുടങ്ങി. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. കാരണം 9 മാസമായി ഒരു സഭ ഒരു യൂത്ത് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ കർത്താവെ ഇംഗ്ലീഷ് അറിയാവുന്ന, ഇംഗ്ലീഷ് പ്രസംഗിക്കാൻ പറ്റിയ ഒരു ദൈവദാസനെ ഞങ്ങൾക്ക് വേണം. ദൈവത്തിന് പദ്ധതിയുള്ളവനെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ആ പദ്ധതിയോടെയാണ് ഞാൻ ഇംഗ്ലണ്ടിലേക്ക് ചെന്ന് അവിടെ ഫ്ലൈറ്റിൽ ഇറങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. സഭയിൽ ചെന്നു. പക്ഷേ ഇങ്ങനൊരു നിയോഗം എൻ്റെ മേലുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഇമ്മാനുവൽ ചർച്ചക്കോട് സഭയിൽ ചെന്നു. റോയ് ചാനിരിക്കുന്ന പോലെ അങ്ങ് പുറകിൽ പോയിരുന്നു. ആ പുറകിലെ ഒരു കസേരയിൽ ആരും കാണാതെ ഒരു സ്വെറ്ററൊക്കെ ഇട്ട് നല്ല തണുപ്പുള്ളൊരു സമയം, ഒരു ഒക്ടോബർ മാസത്തിൽ ഞാൻ ചെന്ന് സഭയിലിരിക്കുകയാണ്. പാസ്റ്റർ എന്നെ മുന്നോട്ട് ക്ഷണിച്ചു. ഞാൻ പോയില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അകത്തെല്ലാം ആവേശമായി. MBA പഠിക്കണം, ഒരു ബിസിനസ്സുകാരനാകണം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ കർത്താവിൻ്റെ
ഈ പാഷൻ എൻ്റെ ഇതകത്തിരിക്കുന്നിടത്തോളം ആരെന്ത് പറഞ്ഞാലും ചെവിക്കകത്ത് കയറത്തില്ല. ഈ ചിലത് അകത്തിരുന്നാൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. ഹലോ, എത്ര വചനം പറഞ്ഞാലും എത്ര കൗൺസിലിംഗ് കൊടുത്താലും അകത്ത് ചിലത് ഇരുന്നാൽ എന്ത് ചെയ്യത്തില്ല. അതെൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ഞായറാഴ്ചയും ആരാധനയ്ക്ക് ഏറ്റവും പുറകെ വന്നിരുന്നു. പാസ്റ്റർ പറഞ്ഞു, മോനെ മുന്നോട്ട് കയറിയിരിക്കുക, ദൈവത്തിന് സ്തോത്രം. പക്ഷേ അവിടെ ഒരു നിയോഗം ആരംഭിക്കാൻ തുടങ്ങി. എനിക്ക് സാക്ഷ്യത്തിന് സമയം തന്നു. ഒരു 5 മിനിറ്റ് അന്ന് ഞാൻ പ്രസംഗിക്കുന്ന ആളാണ്. കാരണം 12-ാം വയസ്സിലെ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞല്ലോ, 12-ാം വയസ്സിലെ ശുശ്രൂഷയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ നിയോഗിക്കുവാനിടയായത്. ഞാനൊരു 5 മിനിറ്റ് ഒരു പ്രബോധനം പോലെ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനൊന്നും ഇരിക്കില്ലെന്ന് പറഞ്ഞു. ആ ആഴ്ച ആ ചർച്ചിലെ പാസ്റ്റർ ഒരു ദർശനം കാണുകയാണ്. 9 മാസമായി നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയാണ് നിന്റെ മുമ്പിലിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവനെ ഒരു അഭിഷക്തനായി ഞാൻ എന്ത് ചെയ്തു കണ്ടിരിക്കുന്നു. പാസ്റ്റർ സഭയിലൊന്നും പറഞ്ഞില്ല, വിശ്വാസികളോട് പറഞ്ഞില്ല, പക്ഷേ ഉള്ളിൽ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവസഭയുടെ ഓവർസിയർ ആയിരിക്കുന്ന പാസ്റ്റർ ജോക്കുര്യൻ അവർകൾ, UK ചുമതല വഹിക്കുന്ന ദൈവദാസൻ, സഭയിൽ പ്രസംഗിക്കാൻ വന്നു. എന്നെ കണ്ടു, പരിചയപ്പെട്ടു, സംസാരിച്ചു, മടങ്ങിപ്പോയി. ആ ആഴ്ച ഒരു രാത്രി 2 മണിയോടടുത്ത സമയത്ത് താനൊരു ദർശനം കാണുക. ഞാൻ സൂട്ടിട്ട് ഒരു വലിയ ക്രൂസൈഡിൽ 1000 പങ്കെടുക്കുന്ന മീറ്റിങ്ങിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, ആരോടും പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ സിമോണ മാമ, അദ്ദേഹത്തിൻ്റെ വൈഫ്, ഒരു ദർശനം കാണുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ട യൗവനക്കാരൻ അനേക കൺവെൻഷനുകളിൽ, ശുശ്രൂഷ മേഖലകളിൽ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുന്നു. ചാടി എഴുന്നേറ്റ് പറഞ്ഞപ്പോൾ 2 ദൂതും ഒന്നായി. സ്തോത്രം. ഇത് ആ സഭയിലുള്ള ദൈവദാസനെ വിളിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും ഇത് കേൾക്കാൻ നോക്കിയിരിക്കുക, കാരണം ഞാനും ഇങ്ങനെ ഒരു ആലോചന പ്രാപിച്ചിരിക്കുക. അങ്ങനെ പിറ്റേ ഞായറാഴ്ച ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെ ശുശ്രൂഷയ്ക്കായി അവർ വേർതിരിച്ചു. ദൈവം അവർക്ക് കൊടുത്ത കാഴ്ചപ്പാടിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പറയാം, ഒറ്റ രാത്രി കൊണ്ട് പാസ്റ്ററായ ആളാണ് ഞാൻ. ഹല്ലേലൂയ. ഒരു ക്വാളിഫിക്കേഷനും ഇല്ല, ഒരു പഠനമില്ല, ഒരു യോഗ്യതയില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷെ പൗലോസ് പറഞ്ഞതുപോലെ എന്നെ വിളിച്ചിറക്കിയ ദൈവം എന്നെ വിശ്വസ്തനെന്നെണ്ണി തൻ്റെ ശുശ്രൂഷയ്ക്കാക്കി വെച്ചു. പിന്നീട് ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചത്, പിന്നെ വചനം ആഴമായി പഠിക്കുവാനിടയായത്. പക്ഷെ അന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്, നമ്മൾ എത്ര റൂട്ട് മാറിപ്പോയാലും എത്തേണ്ടവനെ എത്തേണ്ട പോയിന്റിൽ എൻ്റെ ദൈവം എത്തിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാവിലെ ഞാൻ ഈ മെസ്സേജ് പറയുന്നത് മാതാപിതാക്കൾക്കൊരു ബലമായിട്ടാ. നിങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും പോകത്തില്ല. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ദൈവം അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തുവാനിടയായി തീർന്നു. ഇങ്ങനെ ഒരു നവംബർ മാസത്തിലാണ് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയത്. ഈ മാസം അടുത്ത ആഴ്ച കർത്താവിൻ്റെ കൃപയാൽ ശുശ്രൂഷയിൽ 15 വർഷം തികയുകയാണ്. 4 സഭകളിൽ കർത്താവിൻ്റെ സാക്ഷിയായി ശുശ്രൂഷിപ്പാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. 24 രാജ്യങ്ങളിൽ ശുശ്രൂഷിപ്പാൻ കടന്നു പോകുവാനുള്ള ഭാഗ്യം ഈ കൊച്ചുപ്രായത്തിൽ ദൈവം എനിക്ക് നൽകി. ദൈവം എന്നെ നടത്തിയ എല്ലാ വിധങ്ങളും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞതൊറ്റ കാര്യമാ, ഒരു മാതാവിൻ്റെ കണ്ണുനീർ വൃഥാവായി പോയില്ല. ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഓർക്കും, ഒരു മാതാപിതാക്കൾ കണ്ണുനീരോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞാലും ഇന്നത് കാണാൻ മമ്മിയില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ദൈവം പറഞ്ഞ ദൂത് താൻ നിവർത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് അരുളി ചെയ്യുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ 2 സഹോദരങ്ങളും ജോലിയോളബത്തിലുമായിരിക്കുന്നവരാ. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, മമ്മി ജീവിച്ചിരുന്ന സമയത്ത് അവരുടെ ജോലിയിൽ നിന്ന് അവരുടെ കുടുംബത്തിൽ ലഭിക്കുന്ന നന്മ കൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം മമ്മിക്ക് സാരിയൊക്കെ മേടിച്ചെന്ത് ചെയ്യും, കൊടുക്കും. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു സാരി മേടിച്ചു കൊടുത്തു. എപ്പോഴാണെന്നറിയാം, ആലുവയിൽ IPCയുടെ സെൻട്രൽ കൺവെൻഷൻ പ്രസംഗിച്ച് 2000 രൂപ കിട്ടി. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര സന്തോഷം. ആ പൈസയ്ക്ക് ഒരു സാരി. മമ്മിയുടെ മുഖത്തുണ്ടായ സന്തോഷം ഭയങ്കരമായിരുന്നു കേട്ടോ. കാരണം ശുശ്രൂഷ കിട്ടിയ നന്മ കൊണ്ട് ആദ്യമായിട്ട് എന്ത് മേടിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ശുശ്രൂഷയിലായിരിക്കണമെന്ന് എൻ്റെ മാതാപിതാക്കൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഇതുവരെ ഒരു കുറവും വന്നിട്ടില്ല. ദൈവത്തിൻ്റെ പദ്ധതി തികവുള്ളതാണ്. ഇന്ന് രാവിലെയും ഈ ദൈവജനത്തിൻ്റെ മുൻപിൽ നിന്ന് പ്രസംഗിപ്പാൻ എന്നെ യോഗ്യനാക്കി തീർത്തത് ആ ദൈവകൃപയാണ്. പിന്നീട് ദൈവം എന്നെ ഉടച്ച് കേട്ടോ, ദൈവം എന്നെ പണിത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ജോലി എന്നൊരു ചിന്ത തന്നെ എൻ്റെ അകത്തുനിന്ന് ദൈവം എടുത്തു മാറ്റുവാനിടയായി. പൈസ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിനകത്തും ദൈവം
എടുത്തു മാറ്റുവാനിടയായി തീർന്നു. ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസോടെ പറയാം, ഇതൊരു പ്രാർത്ഥനയുടെ മറുപടിയാ. ഹല്ലേലൂയ. എലിസബത്തിനോട് സെക്കരിയാവിനോട് പറഞ്ഞതുപോലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി തീർന്നു. അപ്പം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, വൃഥാവാകത്തില്ല. നിങ്ങൾ കണ്ണുനീരോടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും വൃഥാവായി പോകത്തില്ല. വർഷങ്ങൾ കഴിഞ്ഞാലും അത് നാളുകളിൽ അതിന്റെ പ്രവൃത്തി പദത്തിലേക്ക്, നിവർത്തീകരണത്തിലേക്ക് എത്താൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതിനകത്തൊരു മെസ്സേജ് പറയാം, ദൈവം വഴി ബ്ലോക്ക് ചെയ്യുമ്പം കർത്താവിന്റെ കയ്യിൽ താണിരുന്ന് പ്രാർത്ഥിച്ചോണം. പക്ഷെ വഴി തുറക്കാൻ തുടങ്ങിയാൽ അത് അത്ഭുതങ്ങളായിരിക്കും. ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നത് ആ ദൈവത്തിന്റെ പ്രവൃത്തിയായിരിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ തിരിച്ചറിയണം. വചനത്തിലേക്ക് ഞാൻ വേഗം കടന്നു വരട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11:26. അന്ത്യോക്യയിൽ വെച്ചാണ് ആദ്യമായി ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു വരുന്ന ടോപ്പിക് എന്തുവാ? രൂപാന്തരം അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നൊരു പദമാണ്. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ച വിഷയം ട്രാൻസ്ഫോർമേഷന്റെ അർത്ഥങ്ങളാണ്. ഇനി 3 പദങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു ട്രാൻസ്ഫോർമേഷനുമായി ബന്ധപ്പെട്ട്, രൂപാന്തരമായി ബന്ധപ്പെട്ട്. ഒന്ന്, കർത്താവിലേക്ക് തിരിയുക. രണ്ടാമത്തെ പദം എന്തായിരുന്നു? കർത്താവിനെ പോലെയാകുക, ക്രിസ്തുവിനെ പോലെയാകുക, ബീയിങ് ക്രൈസ്റ്റ് ലൈക്ക്. മൂന്നാമത്തെ പദം എന്തായിരുന്നു? ലിസണിങ് ടു ഗോഡ്. ദൈവത്തോട്, ദൈവ ശബ്ദത്തോട് ശ്രദ്ധയുള്ളവരായി, അത് കേൾക്കുന്നവരായി മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ ആഴമായ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. അവസാനത്തെ 2 പദങ്ങളാണ് നിങ്ങളുമായി ഇന്ന് പകൽ സംസാരിപ്പാൻ ഞാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ പദം ബീയിങ് ലൈക്ക് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെയാകുക. ഒരു പാട്ടുണ്ട്, യേശുവെ പോലെ, യേശുവിൻ വാക്ക്, യേശുവെ നോക്കി ജീവിപ്പാൻ ഈ വഴി. എന്ത് പറ്റിയ ഞാൻ കോഡുള്ള എടുത്തോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. നമ്മൾ ആ പദമാണ് ചിന്തിക്കാൻ പോകുന്നത്. ക്രിസ്തുവിനെ പോലെ ആകുക, ക്രിസ്തുവിനെ പോലെ ആകുക. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ പോലെ ആകുക. ആ പദം പരിശുദ്ധാത്മാവിൽ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാനുണ്ട്. ക്രിസ്തുവിനെ പോലെയാകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. ആദ്യം അന്ത്യോക്യയിൽ വെച്ചാണ് വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇന്ന് പകൽ ഒന്ന് പോകാൻ പോകുക. ഇതിനു മുൻപ് ഇവരെ വിളിച്ചിരുന്ന ചില പേരുകളുണ്ട്. ശിഷ്യന്മാർ എന്നൊരു പദം അവരെ അഭിസംബോധന ചെയ്ത് വിളിച്ചിരുന്നു. ഇനി മറ്റൊരു പദമുണ്ട്, മാർഗക്കാരെന്നൊരു പദം. ഈ മാർഗക്കാർ, ഫോളോവേഴ്സ് എന്നൊരു അർത്ഥത്തിലാണ് അങ്ങനെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പല നിലകളിലാണ് ഇവരെ അഭിസംബോധന ചെയ്തിരുന്നത് ചുറ്റുമുള്ളവർ. വിശ്വാസികളെന്ന് ഇവരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർ എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. തീർന്നില്ല. ഈ മാർഗക്കാർ എന്നൊരു പദത്തിലും ഈ ജനത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? അഭിസംബോധനയുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് അന്ത്യോക്യയിൽ വെച്ച് ഈ ക്രിസ്ത്യാനികൾ എന്നൊരു പേര് ഉണ്ടായത്. ക്രിസ്ത്യാനികൾ എന്നൊരു പേരുണ്ടായത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് പകൽ ഒരു സമാപന ദിനമാണ്. ശക്തമായ വചനത്തിൻ്റെ ശക്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട ആ ശക്തി ഇവിടെ വെളിപ്പെടണം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അതിനെതിരെ ഉയരുന്ന പോരുകളെ ഞങ്ങൾ അമർച്ച ചെയ്യുന്ന കർത്താവേ, വചനം ജനത്തിനിടയിൽ വ്യാപരിക്കുന്നതിന് തടസ്സമായി റാന്ധരമനക ശംധൽഗരാദിയ ഇന്ന് പകൽ അത് വെളിപ്പെടണം. ആ സാന്നിധ്യം വെളിപ്പെടണം. ആ സാന്നിധ്യം വെളിപ്പെടണം കർത്താവേ. ഞങ്ങളത് ആഗ്രഹിക്കുന്നു, ഞങ്ങളത് ആഗ്രഹിക്കുന്നു, ഞങ്ങളത് ആഗ്രഹിക്കുന്നു, ഞങ്ങളത് ആഗ്രഹിക്കുന്നു. ഒരു വാക്ക് പോലും പാഴായി പോകാതെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ ജനത്തിനിടയിൽ വെളിപ്പെടുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ആന്റിയോക്ക് അല്ലെങ്കിൽ അന്ത്യോക്യ എന്ന സ്ഥലത്തിന് വചനത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. യെരുശലേമിലാണ് സഭ തുടങ്ങിയത് എന്ന് നമുക്കറിയാം. പിന്നീട് യെരുശലേം പട്ടണത്തിൽ നിന്ന് വിവിധ പട്ടണങ്ങളിലേക്ക്, സ്ഥലങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് സഭ വ്യാപിക്കുവാൻ തുടങ്ങി. സ്ട്രാറ്റജിക് പോയിന്റ്സ് എന്നാണ് ഞാൻ അതിനെ പറയുന്നത്. തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് സഭ വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ വ്യാപിച്ച കൂട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം യഹൂദിയിൽ, ശമരിയിൽ, ലോകത്തിന്റെ വിവിധ
പട്ടണങ്ങളിൽ, എഫസോസ് ഉൾപ്പെടെ, തർസോസ് ഉൾപ്പെടെ, അന്ത്യോക്യ ഉൾപ്പെടെ വിവിധ പട്ടണങ്ങളിൽ സഭ സ്ഥാപിക്കപ്പെടുവാനിടയായി തീർന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ആന്റിയോക്ക് അല്ലെങ്കിൽ അന്ത്യോക്യ എന്ന് പറയുന്നത്. ഇന്നത്തെ സിറിയ രാജ്യത്ത് ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് അന്ത്യോക്യ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇവിടെ സഭ ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിലുള്ള ഒറ്റ കാരണം, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് ഈ പട്ടണങ്ങളിലേക്ക് പോയി എന്ന് 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. എവിടെ ചിതറിപ്പോയവർ? സ്തേഫാനോസിന്റെ മരണം മൂലമുണ്ടായ ഉപദ്രവത്താൽ ചിതറിപ്പോയവർ വചനം സംസാരിച്ചുകൊണ്ട് വിവിധ പട്ടണങ്ങളിലേക്ക് പോയി. അങ്ങനെ ചെന്ന ഒരു പട്ടണമാണ് ആന്റിയോക്ക് അല്ലെങ്കിൽ അന്ത്യോക്യ എന്ന് പറയുന്നത്. അവിടെ ദൈവസഭ സ്ഥാപിക്കപ്പെടുവാനിടയായി തീർന്നു. അവർക്ക് വിതയ്ക്കാൻ വേറെ ഒന്നും അവരുടെ കയ്യിലില്ലായിരുന്നു കേട്ടോ. ദൈവത്തിന്റെ വചനമേ ഉള്ളായിരുന്നു. അതങ്ങോട്ട് വിതച്ചു. വചനത്തിൽ പറയുന്ന പോലെ 30, 60, 100 മേനിയായി അത് എന്ത് ചെയ്യാൻ തുടങ്ങി? ഫലം കായ്ക്കാൻ തുടങ്ങി. അവരിലൂടെ ആ വചനത്തിന്റെ ശക്തി സമൂഹത്തിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. ഈ ആന്റിയോക്ക് പട്ടണം എന്ന് പറയുന്നത് ജാതികളാൽ നിറഞ്ഞിരുന്ന ഒരു പട്ടണമാണ്. ജെന്റൈൽസ് എന്നൊരു പദം അവിടെ കൊടുത്തിരിക്കും. ജാതികൾ തിങ്ങിപ്പാർക്കുന്ന, ദൈവത്തിന് സ്തോത്രം, പ്രത്യേകിച്ച് ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന വലിയ സമൂഹം ഉള്ള ഒരു പട്ടണമാണ് ആന്റിയോക്ക് എന്ന് പറയുന്നത്. വളരെ വിദ്യാഭ്യാസമുള്ള ഉയർന്ന തലത്തിലുള്ള ചിന്തകന്മാരുള്ള ആ പട്ടണത്തിലേക്ക് സഭയുടെ ദൗത്യവുമായി ഈ ചിതറിപ്പോയ വിശ്വാസികളെ ദൈവം അയക്കുവാനിടയായി തീർന്നു. അവർ ചെന്ന് വചനം പറഞ്ഞു എന്ന് വെച്ചാൽ അവർ ക്രിസ്തുവിന്റെ സാക്ഷികളായി തീർന്നു എന്നാണ് നമ്മൾ അവിടെ കാണേണ്ടത്. അവരുടെ നാവിൽ നിന്ന് എന്താ പുറത്തേക്ക് വന്നത്? സ്തോത്രം. ദൈവമക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു നിരാശയുടെ വാക്കും അവർ പറഞ്ഞില്ല കേട്ടോ. അവരുടെ ജീവിതത്തിന്റെ കഷ്ടതകളല്ല അവർ ഹൈലൈറ്റ് ചെയ്തത്. അവര് ഹൈലൈറ്റ് ചെയ്ത ഒറ്റ കാര്യമാ, അവർ പ്രാപിച്ച അഭിഷേകവും അവർ പ്രാപിച്ച യേശുവിനെയും മറ്റുള്ളവരുടെ മുൻപിൽ അവർ ഉയർത്തുവാൻ തുടങ്ങി. അത് വലിയൊരു ഭാഗ്യമാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇല്ലായ്മ പറയുന്നതിനേക്കാൾ നല്ലത്, നമ്മുടെ കഷ്ടത പറയുന്നതിനേക്കാൾ നല്ലത് ക്രിസ്തുവിനെ ഉയർത്തുന്നതാണ്. ഹല്ലേലൂയ. അവർ ക്രിസ്തുവിനെ ഉയർത്താൻ തുടങ്ങി. അവർക്ക് പ്രചോദനം നൽകിയത് ആത്മാവാണ്. നിങ്ങൾ ശ്രദ്ധിച്ച്, എല്ലാം നഷ്ടപ്പെട്ടാണ് ചിതറിപ്പോയവർ ഈ അന്ത്യോക്യ പട്ടണത്തിലേക്കും ചെന്നത്. പക്ഷെ അവരുടെ അകത്തുള്ള അഭിഷേകം അവരെ ചലിപ്പിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ചലിപ്പിച്ചുകൊണ്ടിരുന്നു പറഞ്ഞാൽ മറ്റുള്ളവരോട് ഈ കർത്താവിനെ കുറിച്ച് പറയാനുള്ള ഒരാവേശം അവരുടെ അകത്ത്. അപ്പൊ വേണമെങ്കിൽ ചുറ്റുമുള്ളവർ ചോദിക്കാം, നിങ്ങൾക്ക് വീട് പോയില്ലേ? ഹലോ, ഇന്നത്തെ ഭാഷ, വണ്ടി പോയില്ലേ? ജോലി പോയില്ലേ? പിള്ളേരുടെ വിദ്യാഭ്യാസം പോയില്ലേ? എന്താ നിങ്ങൾക്ക് കർത്താവിനെ കുറിച്ച് പറയാനുള്ളത്? അവർക്ക് പറയാനുള്ളത് ഇതൊന്നുമല്ല, ലോകപരമായ ഒരു കാര്യങ്ങളുമല്ല. അവർക്ക് പറയാനുള്ളത് ഞങ്ങളുടെ മേൽ പകർന്ന ഈ അഭിഷേകം വളരെ ഉന്നതമാണ്. ആ അഭിഷേകത്തെയാണ് മറ്റുള്ളവരിലേക്ക് അവര് കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിച്ചത്. ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത്, കർത്താവ് നമ്മുടെ മേൽ പകരുന്ന ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പാട്ടുകാരൻ പാടിയത്, ഈ മണ്ണെ പ്രതി മാണിക്യം എന്ത് ചെയ്യത്തില്ല. ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ട്രഷറാണ്, നിധിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ആ നിധി കളഞ്ഞു കുളിക്കരുത്, ആ നിധി നഷ്ടമാക്കി കളയരുത്. അത് ഒരച്ചൊരച്ചതിൻ്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം, അതിനെ ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കണം. ആത്മാവിനൊരു പ്രത്യേകതയുണ്ട്, അതിനെ എന്ത് ചെയ്യണം? ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ അകത്ത് ദൈവം പകർന്ന ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ആത്മാവ് ഒരു സൈലന്റ് പാർട്ട്ണർ ആയിരിക്കും എന്നും. പക്ഷേ ജ്വലിപ്പിച്ചാൽ ആത്മാവിന്റെ ശക്തി നിന്നിലൂടെ മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുവാനിടയായി തീരും. അവർ വിറ്റ്നസ്സായി മാറി, അല്ലെങ്കിൽ കർത്താവിന്റെ സാക്ഷികളായി തീർന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. വചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അനേകർ വിശ്വസിച്ച് കൃപയിലേക്ക് വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവരാരും അപ്പോസ്തലന്മാരല്ല, ഇവരാരും തിയോളജി പഠിച്ചവരല്ല. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. സിസ്റ്റമാറ്റിക് ട്രെയിനിങ് ഉള്ളവരല്ല. ഇവരെ ഉപദേശിക്കാൻ ഒരു ഗൈഡും അന്ത്യോക്യയിൽ ഇല്ല. കാരണം എല്ലാവരും ചിതറിപ്പോയി. പക്ഷെ കേട്ട വചനം അധിക ശ്രദ്ധയോടെ അവർ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ അപ്പോസ്തലന്മാർ ചെയ്ത ആ ശുശ്രൂഷ തങ്ങളെ കൊണ്ടും പറ്റുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. നമുക്ക് പറ്റും പലപ്പോഴും ഉള്ള പ്രശ്നം, അത് ഇന്നാര് ചെയ്തോട്ടെ, ഇന്ന ശുശ്രൂഷ ഇന്നാര്. ഹലോ, നമ്മൾ കോൺട്രാക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ആരും ഇവിടെ ഇല്ല. അത് എനിക്ക് ചെയ്യാൻ പറ്റിയല്ല, അത് ഇന്ന ആള് ചെയ്തോട്ടെ. ഹലോ, അപ്പോസ്തലന്മാർ ചെയ്തത് ഞങ്ങൾക്കും പറ്റുമെന്ന് അവരാദ്യം തിരിച്ചറിഞ്ഞ അന്ത്യോക്യയില. അങ്ങനെയെങ്കിൽ ബഹ്റൈനിലും അത് പറ്റുമെന്നേ.
നമ്മുടെ ജോലി മേഖലയിൽ അത് പറ്റുമെന്നേ, നമ്മൾ യാത്ര ചെയ്യുന്ന മേഖലയിൽ അത് പറ്റുമെന്നേ, അങ്ങനെ വിശ്വസിക്കാൻ കഴിയണം. ആ വിശ്വാസം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ ചെന്നപ്പം പ്രസംഗിക്കാൻ ചെന്ന കസേര ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാളോട് പറഞ്ഞ് ഒന്ന് സഹായിച്ച്, അത് എൻ്റെ ജോലിയല്ലെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത, ഇതാരെയോ കോൺട്രാക്റ്റ് കൊടുത്ത്, നിങ്ങളിവിടെ ഉണ്ടോ? ഹലോ, സഭയിലുള്ള എല്ലാ ദൗത്യവും എല്ലാവരും ചെയ്യേണ്ടതാ. ഇടയ ശുശ്രൂഷ മാത്രമേ വേർതിരിക്കപ്പെട്ടവരെ കൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നുള്ളൂ. ബാക്കി ആ ദൗത്യം മുഴുവൻ നമ്മൾ ചെയ്തെടുക്കേണ്ടതാ. ഈ ദൗത്യം നമ്മൾ ചെയ്താലേ നമ്മുടെ തലമുറകളും ആ ദൗത്യം ഏറ്റെടുക്കത്തുള്ളൂ കേട്ടോ. അതെപ്പോഴും ചിന്തിക്കണം. ദൈവം നമ്മുടെ മേൽ പകർന്ന ദൗത്യം വളരെ വലുതാണ്. സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളൊരു ദിവസം നിൽക്കുമ്പം നമ്മളെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? പേര് വിളിക്കുന്ന ഒരു ദിവസം, ദൈവത്തിന് സ്തോത്രം, ദൈവസന്നിധിയിൽ നമ്മൾ കയറി ചെല്ലേണ്ടി വരും. അപ്പോൾ ചോദിക്കും, 1 താലന്ത് തന്നു, എന്തോ ചെയ്തു. 2 താലന്ത് തന്നു, എന്തോ ചെയ്തു. 5 താലന്ത് തന്നു, എന്തോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? പറയണ്ട, മനസ്സിലൊന്ന് ചിന്തിച്ച്. നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെ, സ്റ്റാൻലി പാസ്റ്റർക്ക് 5 കൊടുത്ത്, എനിക്ക് 1 തന്നുള്ളൂ. അത് വലുതാന്നേ. ആ 1 2 കർത്താവ് പറയുന്നത്. ഹലോ, നിങ്ങളിവിടെ ഉണ്ടോ? ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരിടത്ത് ചെന്നപ്പോൾ ഒരു അമ്മാമ്മ ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞു. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പം അവിടെ പ്രസംഗിക്കാൻ ചെന്നതാണ്. അപ്പം എനിക്ക് ഇച്ചിരി വെള്ളമൊക്കെ തന്നു, കഴിക്കാൻ ഇച്ചിരി ആഹാരമൊക്കെ തന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഓ പാസ്റ്റർ എത്ര ഭാഗ്യമുള്ള ആളാണ്. ഞാൻ ചോദിച്ചു, എന്താ എനിക്ക് ഇത്ര വലിയ ഭാഗ്യം? എത്ര രാജ്യങ്ങളിങ്ങനെ പറന്ന്, എത്ര സ്റ്റേജുകളിൽ നിന്ന് ഒരാഴ്ച, അവിടെ ചെല്ലുമ്പോൾ എന്തോ. നിങ്ങളാരും ഇവിടെ ഇല്ലല്ലോ, എല്ലാവരും ഇവിടെ ഉണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു, അമ്മാമ്മയ്ക്ക് ഭാഗ്യമില്ലേ? ഞാനിങ്ങനെ കഞ്ഞിയും കറിയും വെച്ച് 24 മണിക്കൂറും അടുക്കളയ്ക്കകത്ത്. ഹലോ, നിങ്ങളിവിടെ ഉണ്ടോ? അപ്പം അമ്മാമ്മയ്ക്കൊരു വിഷമം, എനിക്കെന്തുണ്ട്? ഈ ഭാഗ്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എന്തില്ല? കർത്താവ് എപ്പോഴും നോക്കുന്നത് നമ്മളെ ഏൽപ്പിച്ചതിൽ നമ്മൾ വിശ്വസ്തരാണെന്ന്. ഹല്ലേലൂയ. ഞാൻ ചോദിച്ച അമ്മാമ്മ പ്രാർത്ഥിച്ചല്ലേ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് തന്നേ, അതിനും പ്രതിഫലമുണ്ട്. അത് ചെറുതാന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഹലോ, കത്രിമേശ നടത്തിയത് കൊണ്ട് എനിക്ക് 5 താലന്തും നിങ്ങൾക്ക് 1 താലന്തും തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിയായത്. എല്ലാവരും മൗനമായല്ലോ. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങളും ചെയ്യണം. അല്പത്തിൽ വിശ്വസ്തനായിരുന്നാലേ അധികത്തിൽ എന്ത് ചെയ്യത്തുള്ളൂ? വിചാരകനാക്കത്തുള്ളൂ. അങ്ങനെ ഒരു ആവേശം അകത്ത് കയറിയിട്ടുണ്ടോ? ഒരാളോട് സാക്ഷിയായി തീർന്നാലേ 2 പേരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റൂ. എങ്കിലേ അത് മൾട്ടിപ്ലൈ ചെയ്ത് കർത്താവ് നുറുക്കുന്ന ദൈവമാ, ഇല്ലേ? നമ്മെ നുറുക്കി അനുഗ്രഹിക്കുന്ന ദൈവമാ. അപ്പം നമ്മുടെ അകത്ത് ആ ഒരു വിശാലത ഉണ്ടെങ്കിൽ ഒരു തുടക്കം നമ്മൾ കുറിക്കണം. ഈ വർഷം ഡിസംബർ 31 തീരാൻ പോവും അല്ലേ? സ്നേഹത്തോടെ പറയട്ടെ, ഒരാളുടെ മുമ്പിലെങ്കിലും നമ്മൾ കർത്താവിൻ്റെ സാക്ഷിയാകണം. ഞാൻ ഏറ്റവും മിനിമം ഒരു ടാർഗറ്റ്. പറ്റുമോ? കൈപൊക്കണ്ട. ഈ ഡിസംബർ 31 തീരുന്നതിന് മുൻപ്, കർത്താവേ, ഞാൻ പ്രാപിച്ച ഈ ശക്തി, ഞാൻ പ്രാപിച്ച ഈ സുവിശേഷം ഒരാളോടെങ്കിലും എൻ്റെ ജീവിതത്തിൽ പകർന്നു കൊടുക്കുവാൻ ഒരു നിയോഗം എനിക്ക് തരണമേ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം പറയാം, നിരാശയ്ക്കകത്ത് കൂപ്പുകുത്തിയിരുന്നെങ്കിൽ അന്ത്യോക്യ സഭയുണ്ടാകില്ല. വിഷമങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ക്രിസ്ത്യാനികൾ എന്ന പേര് പിന്നീട് എന്ന് വെച്ചാൽ അതിനെ അവർ ഓവർകം ചെയ്തു. അവരുടെ ജീവിതത്തിൽ ഉള്ള നഷ്ടങ്ങളെ, വേദനകളെ അവരെന്ത് ചെയ്തു? ഓവർകം. അവരതിജീവിച്ചു. അവർ സുവിശേഷം പറയാൻ തുടങ്ങി. അങ്ങനെ അപ്പോസ്തലന്മാരൊന്നും ഇല്ലാതിരുന്നിട്ടും അന്ത്യോക്യയിൽ ശക്തമായ ഒരു സഭ പരിശുദ്ധാത്മാവ് കെട്ടുപണി ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്തുവാ ഈ ദിവസങ്ങളിൽ? വെരി ഗുഡ്. ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം എന്നൊരു പദമാണ്. ശരിക്കും രൂപാന്തരപ്പെട്ടവരായിരുന്നു അന്ത്യോക്യയിലുള്ളവർ. ഈ അന്ത്യോക്യയിലെ വിശ്വാസികളുടെ ജീവിതവും ആരാധനയും പ്രവൃത്തിയും
എല്ലാം ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നതായി മാറി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കമ്മിറ്റി കൂടി ഇട്ട പേരല്ല ക്രിസ്ത്യാനികൾ എന്ന പേര്. സമൂഹം അവർക്ക് കൊടുത്ത പേരാണ് ക്രിസ്ത്യാനികൾ. അതൊരു പദവിയാണ് ദൈവമക്കളെ. ക്രിസ്ത്യാനികൾ എന്ന പദത്തിന്റെ ഗ്രീക്ക് ഭാഷയിൽ ഒരർത്ഥം ലിറ്റിൽ ക്രൈസ്റ്റ് എന്ന, കൊച്ചു ക്രിസ്തുക്കൾ. നിങ്ങളിവിടെ ഉണ്ടോ? ഇതിനകത്തുള്ള ഒരു വിശ്വാസിയെ കാണുന്ന നാട്ടുകാർ പറഞ്ഞു, ഇവരാരാ? കൊച്ചു ലിറ്റിൽ ക്രൈസ്റ്റ്, കൊച്ചു ക്രിസ്തുക്കൾ. എന്ന് വെച്ചാൽ ആരെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്? ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. പലരും കണ്ടിട്ടില്ല. പക്ഷേ ആ ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം ഇവരിൽ എന്ത് ചെയ്തു? അവരുടെ വാക്ക്, അവരുടെ പ്രവൃത്തി, അവരുടെ സ്വഭാവം, അവരുടെ ചിന്ത എല്ലാം കണ്ടപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഇവർക്ക് മാർഗക്കാരെന്നും വിളിച്ചാൽ പറ്റത്തില്ല, ശിഷ്യന്മാരെന്ന് വിളിച്ചാലും പറ്റത്തില്ല, ഇവരെ വിളിക്കാൻ ഒറ്റ പേരേ ഉള്ളൂ, ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിനെ അനുകരിക്കുന്നവരെന്നാണ് അതിന്റെ അർത്ഥം. ദ ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ആ റോമൻ ഗവൺമെന്റും അവർക്ക് കൊടുത്ത പേരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചേ, ഇത്രയധികം മാന്യതയോടെ ഈ പദവി അവർക്ക് ലഭിക്കണമെങ്കിൽ അവരുടെ ജീവിതം എത്ര അതുല്യമായിരുന്നു. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കണം. നമ്മുടെ ഓരോ വാക്ക്, ഓരോ പ്രവൃത്തി, നമ്മുടെ ജീവിത അനുഭവങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, സമൂഹത്തോടുള്ള നമ്മുടെ ഇടപെടൽ, നമ്മളിലൂടെ ആര് പുറത്തേക്ക് വരണം? ആര് വരണം? ഈ ഉപവാസത്തിൻ്റെ ലക്ഷ്യം അതായിരിക്കണം. ട്രാൻസ്ഫോർമേഷൻ്റെ ലക്ഷ്യം അതാ. നമ്മളെ കാണുന്നവര് നമ്മളെ അല്ല കാണേണ്ടത്, നമ്മുടെ അകത്തുള്ള, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ക്രിസ്ത്യാനി എന്ന പദത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ആഴം, അതിൻ്റെ മീനിങ് ഒന്നും അറിയാതെ ജനം മുന്നോട്ട് പോകുക. ജീസസ് എന്ന് പേരിടുന്നവരുണ്ടല്ലേ? ജീസസ് ആരാന്ന് അവർക്കറിയില്ല. ശിഷ്യന്മാരുടെ പേരിടുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ പേരിൻ്റെ മഹത്വം എന്താണെന്ന് അവർക്കറിയില്ല. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ലഭിച്ച ഒരു പദവിയാണ്. ആ പദവിയോട് മാന്യത പുലർത്താൻ നമുക്ക്, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഓഫീസിൽ നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നമ്മളെ കാണുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഉപവാസത്തിൽ തിരുത്താനുള്ള ഒരു മുഖാന്തരമായി ഈ ദിവസം തീരണം. കർത്താവേ, ഞങ്ങൾക്ക് ആരെ വെളിപ്പെടുത്തണം? ക്രിസ്തുവിനെ പോലെയാകുക. ആ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് രൂപാന്തരം. പ്രൈസ് ദി ലോർഡ്. ബഹ്റൈൻ സഭയിലുള്ളവരെ കണ്ടിട്ട് 4 പേര് നിങ്ങളെ കണ്ടിട്ട് ഈ സഭയ്ക്കകത്ത് വരണം. അതാ ക്രിസ്ത്യാനിത്വം. അയ്യോ, ഇന്ന സഹോദരി പ്രാർത്ഥിക്കുന്ന ഒരാളാ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന 2 പേര് ഇതിനകത്ത് വരണമെന്നേ. ഹല്ലേലൂയ. ആ നിയോഗം ഇവിടെ ഉണ്ടോ? ഇതാരെ ഏൽപ്പിക്കാനല്ല, നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ്. അത് വിശ്വസ്തയോടെ ചെയ്യാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവിൻ്റെ ദാസന് ഓർപ്പിച്ച ഒരു കാര്യം, ചില മാസങ്ങൾക്ക് മുമ്പ്, നമുക്ക് ലഭിക്കാൻ പോകുന്ന കിരീടങ്ങളിൽ എത്ര കിരീടമുണ്ട്? കറക്റ്റ്. ആ 5 കിരീടത്തിൽ 1 കിരീടം ആത്മാക്കളെ നേടുന്നവർക്കാ, വിറ്റ്നസ് ചെയ്യുന്നവർക്കാ. അപ്പൊ ഈ അപ്പോസ്തലപ്രവൃത്തി മുഴുവൻ പഠിച്ചത് എന്തിനാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ സാക്ഷിയായി അനേകരോട് ക്രിസ്തുവിനെ കുറിച്ച് പറയണം. അവർക്കാണ് 1 കിരീടം ദൈവം റിസർവ് ചെയ്തിരിക്കുന്നത്. അപ്പം നാളെ ഇത് അറിഞ്ഞില്ലെന്ന് എന്ത് ചെയ്യരുത്? ഇന്ന് രാവിലെ 11:30 ഇന്ന ടൈമിൽ ഈ ദൂതി സഭയെ പറഞ്ഞെന്ന് സ്വർഗത്തിൽ റെക്കോർഡായി. ഹല്ലേലൂയ. ഇതൊരു ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. പക്ഷെ ആ ദൗത്യം ഏറ്റെടുക്കണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ആരെ പോലെ ആകണം. ഇല്ലാതെ പറഞ്ഞാൽ അവർ കയ്യിൽ കിട്ടുന്നതുകൊണ്ട് നമ്മളെ അടിക്കും. കാണാനൊന്ന് നോക്കിയിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് അവസരം. ഹലോ, നമ്മൾ ആരായി തീരണം? ഇതൊരു യജ്ഞമല്ലേ? ഇതൊരു പെയിൻഫുൾ പ്രോസസ്സല്ലേ? നമ്മുടെ പല ഇഷ്ടങ്ങളും പല ആഗ്രഹങ്ങളും ക്രൂശിൻ്റെ മുൻപിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ മുൻപിൽ നമ്മളെ ഏൽപ്പിച്ച് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ശുദ്ധീകരണം അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു നിർത്തി, ഇതൊരു മെറ്റമോർഫോയാ. എന്താ ആ പദത്തിൻ്റെ അർത്ഥം? ഒരു ദൈവത്തിന് സ്തോത്രം, പുഴുവിനെ പൂമ്പാറ്റയാക്കി മാറ്റുന്ന ആ രൂപാന്തരമാണ് നമ്മളിൽ വെളിപ്പെടുത്താൻ, ഈ ദിവസങ്ങളിൽ ദൈവമക്കളിൽ വെളിപ്പെടുത്താൻ ദൈവം എന്ത് ചെയ്യുന്നത്?
ആഗ്രഹിക്കുന്നത്. ഈ മെസ്സേജ് അകത്ത് കയറണം. അപ്പോസ്തല പ്രവൃത്തി പഠിപ്പിച്ചത് ഇല്ലെങ്കിൽ വൃഥാവായി പോകും. കാരണം നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യം പറയാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ കഴിയുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ചിലരോട് പങ്കുവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ സാക്ഷികളല്ല. ഞാൻ ആദ്യ ദിവസം പറഞ്ഞ പോയിന്റ് വരികയാണ്. അപ്പോസ്തല പ്രവൃത്തി നമ്മുടെ അകത്ത് കയറിയിട്ടില്ല. കയറിയാൽ ഇതകത്തിരുന്ന് തിളയ്ക്കും. ഇത് രണ്ടുപേരോട് പറയാനുള്ളൊരു നിയോഗം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരുവാനിടയായി തീരും. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ആരായി തീരണം? ക്രിസ്ത്യാനികളായി തീരണം. ക്രിസ്തുവിൻ്റെ അനുകാരികളെ, കൊച്ചു ക്രിസ്തുക്കൾ എന്ന് വെച്ചാൽ ക്രിസ്തു എങ്ങനെ ബിഹേവ് ചെയ്തു, ക്രിസ്തു എങ്ങനെ പ്രസംഗിച്ചു, ക്രിസ്തു എങ്ങനെ ജീവിച്ചു, അതുപോലെ ഇമിറ്റേറ്റിംഗ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി, കൊച്ചു ക്രിസ്തുക്കളായി അവർ മാറുവാനിടയായി തീർന്നു. അപ്പം നാട്ടുകാർ അഭിമാനത്തോടെ വിളിച്ച പേരാണ് ഇവരാരാണ്? നമ്മളും ആരാണ്? രണ്ടുപേരെ പറഞ്ഞുള്ളൂ. നമ്മളും ആരാണ്? അന്ത്യോക്യയിൽ വെച്ച് ലഭിച്ച ആ പദവിയാണ് നമ്മുടെ അകത്തും വ്യാപരിക്കുന്നത്. മൂന്നാമത്തെ പദം ഞാൻ ദൈവമക്കളെ ഓർപ്പിച്ചത് ലിസൺ ടു ഗോഡ്. ദൈവം പറയുന്നത് ശ്രദ്ധിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഈ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അപ്പോസ്തല പ്രവൃത്തി 9 ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ. സോദരം, ആരുടെ ട്രാൻസ്ഫോർമേഷനാ? വെരി ഗുഡ്. ശൗലിനെ, പക്ഷെ അതിനകത്തൊരു തെറ്റുണ്ട്. ശൗലിനെ പൗലോസ് നോക്കിയതല്ല, പക്ഷേ ശൗലിനെ ട്രാൻസ്ഫോം ചെയ്ത ഒരു പ്രവൃത്തിയാണ്. കാരണം അദ്ദേഹത്തിന് 2 പേരുണ്ടായിരുന്നു. ശൗലെന്നും ഉണ്ടായിരുന്നു, പൗലോസ് എന്നും ഉണ്ടായിരുന്നു. ഈ 2 പേര് എങ്ങനെ വന്നെന്നറിയാമോ? വെരി ഗുഡ്. ഒന്ന് റോമ പേരാണ്, ഒന്ന് ഗ്രീക്ക് പേരാണ്. അന്നത്തെ കാലഘട്ടത്തിൽ 2 പേരുകൾ ഒരു മനുഷ്യനുണ്ട്. ഒന്ന് റോമ പേരാണ്, ഒന്ന് ഗ്രീക്ക് പേര്. ഏതാ റോമ പേര്? ഹീബ്രു പേര്, എബ്രായ പേര് ശൗൽ അല്ലെങ്കിൽ സോൾ എന്നൊരു പദമാ. ഇനി 2 ഗ്രീക്ക് പേരെന്തുവാ? പോൾ എന്ന പദമാ. അപ്പം സോളിനെ പോളാക്കിയതല്ല, പക്ഷേ ശൗലിനെ ഒരു രൂപാന്തരപ്പെട്ട വ്യക്തിയായി പരിശുദ്ധാത്മാവ് മാറ്റി. അതാണ് 9-ാം അധ്യായം എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച്, അധികാര പത്രമൊക്കെ മേടിച്ച് ദമസ്കോസിൻ്റെ പടിവാതിൽക്കലേക്ക് പോകുക. എന്തിനാണെന്നറിയാമോ? ദൈവമക്കളെ പിടിച്ചു കെട്ടാൻ. 9-ാം അധ്യായത്തിലുണ്ട്, നിങ്ങൾ പിന്നീട് വായിക്കുക. പിടിച്ചു കെട്ടാൻ പോവുക. അധികാര പത്രമൊക്കെ ഭയങ്കര അധികാരത്തോടെ പോകുന്നത്. ന്യായപ്രമാണം അറിയുന്നവൻ, തർക്കശാസ്ത്രം അറിയുന്നവൻ, വചനത്തിനകത്ത് ജീവിക്കുന്ന ആളാ. ഹലോ, പക്ഷെ ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. പാസ്റ്റർ, ഞാൻ ബൈബിള് 50 തവണ വായിച്ചു. വളരെ നല്ല കാര്യം. പക്ഷെ ദൈവശബ്ദം കേൾക്കാനും കൂടെ നമ്മുടെ മനസ്സ്. പണ്ഡിതനായിരുന്നു, സിനദറിൻ കൗൺസിലിലെ ഒരു അംഗമായിരുന്നു. പക്ഷേ ദൈവം പറയുന്നത് കേൾക്കാൻ തനിക്ക് എന്ത് ചെയ്തില്ല. ഇങ്ങനെ ദമസ്കോസിന്റെ പടിവാതിൽക്കലേക്ക് പോകുമ്പോൾ ചുറ്റും ഒരു പ്രകാശം മിന്നി. നമുക്ക് ആ ഭാഗങ്ങൾ അറിയാം അല്ലേ? ആ പ്രകാശത്തിൽ നിന്നൊരു ശബ്ദം, ശൗലേ ശൗലേ നീ എന്നെ. അയ്യോ, അപ്പൊ പറയാം, ഞാൻ വചനത്തിന്റെ മേളിലാണ് കിടക്കുന്നത് തന്നെ. ഹലോ, വചനത്തിൽ പാണ്ഡിത്യമുള്ള ആളാ. പക്ഷേ കർത്താവ് തന്നോട് ചോദിക്കുന്നൊരു ചോദ്യം, ശൗലേ ശൗലേ നീ എന്നെ. ഞാൻ എല്ലാ ആഴ്ച യോഗത്തിന് വരുന്ന ആളാ പാസ്റ്ററേ, പക്ഷെ നമ്മളോട് കർത്താവ് ചോദിക്കുക, നീ എന്നെ. അപ്പം ശൗലിന് ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നോ? ഒരത്ഭുതത്തോടെ ചോദിച്ചു, നീ ആരാ? വചനം അറിയാം, പക്ഷെ നിനക്ക് ആരെ അറിയത്തില്ല. ഇതാ ട്രാൻസ്ഫോർമേഷൻ. വചനം നമുക്ക് വേണം, പക്ഷെ വചനത്തിലൂടെ ആരെ അറിയണം? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക്, എനിക്ക് സഹായം. നിങ്ങൾക്ക് ആ വാക്യം കാണാതെ അറിയാം, അതുകൊണ്ടാണ് പറയിപ്പിച്ചത്. എല്ലാവരും ഇവിടെ ഉണ്ടോ? കാരണം നമ്മളത് കാണാതെ, പക്ഷെ ആ സഹായത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണം. അതാ പെന്തക്കോസ്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വാക്യം കാണാതെ പഠിക്കുന്നതിലല്ല നമ്മൾ നമ്മളെ തന്നെ പ്രൗഡായിരിക്കേണ്ടത്. മറിച്ച് ആ വചനത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് എന്ത് ചെയ്യണം? ശൗലിനത് പറ്റിയില്ല കേട്ടോ. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത്ര ശക്തനായ ഒരു മനുഷ്യൻ, 72 പേരുള്ള സിനദറിൻ കൗൺസിലിലെ ഒരംഗം, ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചവൻ, പരീക്ഷൻ. ദൈവത്തിൻ്റെ സ്തോത്രം. പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെന്നാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. ഈ മനുഷ്യൻ നിസ്സഹായനായി, കാഴ്ച നഷ്ടപ്പെട്ട് ആ തേജസ്സിൻ്റെ മുമ്പിൽ വീണുപോയി കേട്ടോ. ഹല്ലേലൂയ. കൈ പിടിച്ചോണ്ടാ ഒരു വീട്ടിൽ പോയെ. അന്ന് മനസ്സിലായി എൻ്റെ കപ്പാസിറ്റി ഇത്രേ ഉള്ളത്.
ഓ സ്തോത്രം. ശക്തനായൊരു മനുഷ്യനെ, ശൗര്യമുള്ളൊരു മനുഷ്യനെ, ഹല്ലേലൂയ, വീര്യമുള്ളൊരു മനുഷ്യനെ, വാലിയന്റ് ആയിട്ടുള്ളൊരു മനുഷ്യനെ ദൈവം ഒരു കുഞ്ഞാടിനെ പോലെ മെരുക്കിയെടുക്കുക. ഈ ബെന്യാമിൻ ഗോത്രത്തിന്റെ പ്രത്യേകത എന്താ? കടിച്ചു കീറുന്ന ചെന്നായിയെ ആടാക്കി മാറ്റുന്ന പ്രക്രിയ, ട്രാൻസ്ഫോർമേഷൻ. നിങ്ങളിവിടെ ഉണ്ടോ? അങ്ങനെ നമ്മളെ ആക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ചിലരുടെ ഇരിപ്പ് കണ്ട് പാസ് ആടായ പ്രശ്നമാണ്, ഇപ്പം തന്നെ ജീവിച്ചു പോകാൻ. ഹലോ, ട്രാൻസ്ഫോർമേഷൻ ഇതാ. കടിച്ചു കീറുന്ന ഒരു ചെന്നായിയെ പിടിച്ചെടുത്ത്, എന്ന് വെച്ചാൽ പിടിച്ചെടുത്ത് അവനെ ആരാക്കി മാറ്റുക. ഓ സ്തോത്രം, സ്തോത്രം. ഈ പ്രക്രിയ വിശ്വാസികളിൽ വ്യാപരിക്കണം. ശൗര്യം പോയി കേട്ടോ, ആവേശം പോയി, കാഴ്ച പോയി, ആരോഗ്യം പോയി, ദൈവത്തിൻ്റെ മുമ്പിൽ വീണുപോയി. എന്ന് വെച്ചാൽ ഞാൻ എത്ര നിസ്സാരനാണെന്ന് നമ്മൾ അറിയുന്നത് ഈ പ്രക്രിയ നമ്മുടെ അകത്ത് വ്യാപരിക്കുമ്പോഴാ. നമ്മളൊന്നുമില്ല കേട്ടോ. ഇന്ന് പകൽക്കാല സഭയോട് പരിശുദ്ധാത്മ പറയുക, നിൽക്കുന്നത് ദൈവത്തിന്റെ ദയയാണെന്ന് തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്. ഒരു പ്രകാശം മിന്നിയാ മതി നമ്മൾ താഴെ പോകാൻ. പക്ഷേ ഇന്ന് പകൽ വചനത്തോട് പ്രതികരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ഈ പ്രകാശം അകത്ത് കയറിയാൽ ഇത് നിന്നെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുക. ആ ജീവന്റെ വചനം അകത്തേക്ക് കയറണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കേട്ടോ. നിസ്സഹായനായൊരു മനുഷ്യൻ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. കടിച്ചു കീറുന്ന സിംഹമുഖമുള്ള ശൗര്യമുള്ളൊരു മനുഷ്യനെ ഒരു കൊച്ചു മുറിക്കകത്ത് ഒതുക്കിയെന്നേ. ഹല്ലേലൂയ. പക്ഷേ ശരിക്കും ശൗൽ അങ്ങ് ഒതുക്കപ്പെട്ടു കേട്ടോ. ഈ ഒറ്റ പിടിയിൽ അങ്ങ് ഒതുങ്ങിയില്ലായിരുന്നെങ്കിൽ പിന്നെയും പിടിക്കേണ്ട വന്നേനെ. ഇതാ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കർത്താവ് പിടിക്കുമ്പോൾ അത് കർത്താവിൻ്റെ കരമാണെന്നങ്ങ് തിരിച്ചറിഞ്ഞോണം. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? സ്തോത്രം. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ഒരാളെ ദൈവം പൊക്കി, അനന്യാസിനെ പൊക്കിയിട്ട് പറഞ്ഞു, പോയി തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒറ്റ പ്രാർത്ഥനയാ, ശക്തി വ്യാപരിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു ക്രിസ്തു തന്നെ ദൈവമെന്ന് തെളിയിച്ചു. യഹൂദന്മാരെ സ്വോത്രം നാവിന്മേൽ വ്യാപരിച്ച പവർ എന്താ? ഇതാ ട്രാൻസ്ഫോർമേഷൻ. ഈ ട്രാൻസ്ഫോർമേഷൻ ആ സഭയ്ക്കകത്ത് വെളിപ്പെടുത്താൻ ആഗ്രഹം. എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ഈ രൂപാന്തരമാണ് നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് പറഞ്ഞേ, കടിച്ചു കീറുന്ന ചെന്നായിയെ ഒരു കുഞ്ഞാടാക്കി മാറ്റുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചത് എന്തുവാ? ഒരു പുഴുവിനെ പൂമ്പാറ്റയാക്കി മാറ്റുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ. ദൈവത്തിന് സ്തോത്രം. 3, ക്രിസ്തുവിനെ പോലെ ആകുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ. അവിടെ നമുക്ക് ലഭിക്കുന്നൊരു പദവിയുണ്ട്, ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി മാറണം. ഈ സഭയെ ആ നിലകൾ ദൈവം വളർത്തിയെടുക്കട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ച് ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല ആത്മീയ കൂട്ടായ്മകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നല്ലോ. ഈ അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരുന്ന ദിവസങ്ങളായി തീരട്ടെ. ആ രൂപാന്തരം എന്ന് വെച്ചാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ആ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരട്ടെ. ആരും അതിൽ നിന്ന് മാറി നിൽക്കാതെ, കർത്താവേ ഞങ്ങളെ എങ്ങനെ ഒരുക്കിയെടുക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, ആ തലത്തിൽ ഞങ്ങളെ ഒരുക്കിയെടുത്ത് പണിതെടുത്ത്, കർത്താവേ ദൈവത്തിന് സ്തോത്രം, ഉപയോഗമുള്ള ഒരു പാത്രമായി. കുഞ്ഞാടായ ശക്തി കുറയുമെന്ന് ചിന്തിക്കരുത്. അല്ല, മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരു പുതിയ അഭിഷേകം അവിടെ ദൈവം നിന്റെ മേൽ പകരുകയാണ്. ഈ സഭയുടെ മേലും പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ അത് പകരുമാറാകട്ടെ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹീതമായ പകൽ സമയത്തിനായി
കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഒരുമിച്ച് ദൈവവചനം ചിന്തിപ്പാൻ, പഠിക്കുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ചൊല്ലി ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ശക്തമായ രൂപാന്തരങ്ങൾ ഇതിനകത്ത് വെളിപ്പെടട്ടെ. ശക്തമായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടട്ടെ. കർത്താവേ, അങ്ങയുടെ മഹിമ കണ്ട സാക്ഷികളായി ഈ തലമുറയിൽ ഈ സഭയെ കർത്താവ് പണിതെടുക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിന് വിരുദ്ധമായി സഭയ്ക്കകത്ത് ഉയർന്നു നിൽക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ആധിപത്യങ്ങളും ഈ ദിവസങ്ങളിൽ തകർന്ന് മനസ്സിന്റെ മേൽ വ്യാപരിക്കുന്ന ആ ചിന്തകളെ രൂപാന്തരപ്പെടുത്തി സഭയെ ഒരു പുതിയ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് എടുത്ത് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, രൂപാന്തരപ്പെട്ട ശൗലിമാർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ കർത്താവേ. ചില പൂമ്പാറ്റുകൾ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ കർത്താവേ. ഈ ജനത്തെ അതിനായി ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മെ കേൾപ്പിച്ച